ലോകം മുഴുവൻ ട്രംപിനെ എതിർക്കുന്നു. ട്രംപിന്റെ ഭ്രാന്തൻ രീതികളോട് വലിയ വിമർശനമാണ് ഉയരുന്നത്. അമേരിക്കയിൽ ട്രംപിന്റെ അവസ്ഥ എന്താണ്? അമേരിക്കയിലെ ജനത ട്രംപിനെ അനുകൂലിക്കുന്നുണ്ടോ? ട്രംപിന്റെ ഭരണത്തിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരാണ്. ഫോക്സ് ന്യൂസ് പുറത്തുവിട്ട സർവേ ഫലമാണ് ഇക്കാര്യം പറയുന്നത്. എന്താണ് യുഎസിലെ ജനതയ്ക്ക് ട്രംപ് ഭരണകൂടത്തോട് അതൃപ്തി ഉണ്ടാവാൻ കാരണം? സാമ്പത്തികമായ ആശങ്കകളാണ് പ്രധാന കാരണം. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളും ജനങ്ങളെ വീർപ്പൂട്ടിക്കുന്നു. 57% യുഎസ് വോട്ടർമാർക്കും ട്രംപിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുണ്ട്. സർവേയിൽ പങ്കെടുത്തവരിൽ 47% പേർ മാത്രമാണ് ട്രംപിനെ അനുകൂലിച്ചത്. ഡിസംബറിലും ജനുവരിയിലും അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ഈ സർവേയിലും ഭൂരിഭാഗവും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഒരു മാസം പിന്നിടുമ്പോൾ ഇതേ അതൃപ്തി നിലനിൽക്കുന്നതായി പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായും ട്രംപിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട്. നിഷ്പക്ഷ വോട്ടർമാരിൽ 72% ട്രംപിന്റെ രാഷ്ട്രീയത്തോടും അതൃപ്തി രേഖപ്പെടുത്തി. ട്രംപിന്റെ വിവാദമായ താരിഫ് നയവും യുഎസ് ജനത അംഗീകരിക്കുന്നില്ലെന്ന് സർവേയിൽ വ്യക്തം. ട്രംപിന്റെ താരിഫ് നയത്തെ 63% ജനങ്ങളാണ് എതിർത്തത്. ട്രംപിന്റെ താരിഫ് നയം വിലക്കയറ്റത്തിനും വ്യാപാര യുദ്ധത്തിനും കാരണമാകുമെന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ അധികാരത്തെ പരിമിതപ്പെടുത്തിയ സുപ്രീം കോടതി വിധി നീതിയുക്തമാണെന്നും 62% പേർ അഭിപ്രായപ്പെട്ടു. അതിനിടെ യുഎസിന്റെ ഇറാൻ ആക്രമണത്തോടും ഭൂരിഭാഗം യുഎസ് പൗരന്മാരും വിയോജിക്കുന്നു. CNN നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇറാനിൽ യുഎസും ഇസ്രായേലും നടത്തിയ സൈനിക ഇടപെടലിനോട് അമേരിക്കൻ പൗരന്മാരിൽ ഭൂരിപക്ഷത്തിനും വിയോജിപ്പെന്ന വെളിപ്പെടുത്തലുള്ളത്. ഇറാനിലെ സൈനിക നടപടിക്ക് തൊട്ടു പിന്നാലെയാണ് സർവേ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ വിയോജിപ്പാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്തവരിൽ 59% യുഎസ് പൗരന്മാർ ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല. യുഎസിന്റെ ഇറാൻ ആക്രമണത്തെ വെറും 44% പേരാണ് അംഗീകരിക്കുന്നത്. 56 പേർ ഇതിനെതിരാണ്. ഇറാനിലേക്ക് യുഎസ് സൈനികരെ അയക്കുന്നതിനെ 60% പേർ എതിർക്കുന്നു. ഇറാനിലെ സൈനിക നടപടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ വിശ്വാസമില്ലെന്ന് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു. ഇറാനിലെ സാഹചര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള വ്യക്തമായ പദ്ധതി ട്രംപിനില്ലെന്നാണ് കരുതുന്നതെന്നും സർവേയിൽ പങ്കെടുത്തവരിൽ 60% പേര് അഭിപ്രായപ്പെട്ടു. യുഎസ് കോൺഗ്രസിന്റെ അനുമതിയോടെയേ തുടർ നടപടികൾ എടുക്കാവൂ എന്നാണ് 62% പേരും പറഞ്ഞത്. അതിനിടെ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ട്രംപ്. ഇറാനെതിരായ യുഎസ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനായി സെനറ്റിൽ കൊണ്ടുവന്ന പ്രമേയം അതിനിടെ തള്ളി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർ റാൻഡ് പോളും ഡെമോക്രാറ്റിക് സെനറ്റർ ടിം കെയ്നും ചേർന്നാണ് പ്രമേയം അവതരിപ്പിച്ചത്. 47 പേർ ബില്ലിനെ അനുകൂലിച്ചു. ബില്ലിനെ എതിർത്തത് 53 പേരാണ്. 50 പേർ അനുകൂലിച്ചാലേ ബിൽ പാസ്സാകും.